കൊട്ടാരത്തിന്റെ അകത്തെത്തിയാൽ അക്ഷരാർത്ഥത്തിൽ നമ്മളൊന്ന് നോക്കി നിന്ന് പോകും. ആഡംബരവും പ്രൗഢിയും നിറഞ്ഞ വജ്രക്കല്ലുകളുടെ തിളക്കം പോലും തോൽക്കുന്ന അതിബൃഹത്തായ അകത്തളം. UAE പ്രസിഡന്റ് വിദേശ പ്രതിനിധികളെ സ്വീകരിക്കുന്നതും ഫെഡറൽ ക്യാബിനറ്റ് വിളിക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. എല്ലാத்தைയും പ്രത്യേകം ബ്ലോക്കലായിട്ട് തിരിച്ചിട്ടുണ്ട്. താജ്മഹൽ പോലുള്ള ലോകാത്ഭുതം അതിനകത്ത് കയറി ഒരു ഫോട്ടോ പോലും എടുക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം സെക്യൂരിറ്റി റീസൺസ് എന്നാണ് പറയുന്നത്. അതൊക്കെ എത്ര ബാലിഷ്യമായിട്ടുള്ള കാലഹരണപ്പെട്ട മുടന്ത ന്യായങ്ങളാണെന്ന് മനസ്സിലാവുന്നത് ഇവിടെ വരുമ്പോഴാണ്. UAE രാഷ്ട്രപിതാവായ ഷെയ്ഖ് സിയാദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ ഗോൾഡൻ വേർഡ്സ് ആണിത്. നമ്മളങ്ങനെ എമിറേറ്റ്സ് പാലസിന്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി പോകുമ്പോൾ പ്രസിഡൻഷ്യൽ പാലസിലേക്കാണ്. നമ്മളിപ്പോൾ കണ്ട എമിറേറ്റ്സ് പാലസ് എന്ന് പറയുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. പക്ഷെ ഒരു പാലസിന്റെ മാതൃകകളാണ് നിർമ്മിച്ചിരിക്കുന്നത് മാത്രം. പക്ഷെ നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് ഷെയ്ഖിന്റെ അതിഥികളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള റിയൽ ആയിട്ടുള്ള പാലസ്. ഇത് ശരിക്കും ഷെയ്ഖിന് താമസിക്കാനുള്ള പാലസ് അല്ല, മറ്റു രാജ്യത്തെ പ്രധാനമന്ത്രിമാരെല്ലാം വരുമ്പോൾ അവരുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. സോ നമ്മളങ്ങനെ പ്രസിഡൻഷ്യൽ പാലസിന്റെ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെത്തി. ഇവിടേക്ക് ഫ്രീ എൻട്രി അല്ല. കുറച്ച് നാൾ മുമ്പ് 35 ദിർഹംസ് ആയിരുന്നു ഇതിന്റെ ടിക്കറ്റിന്റെ നിരക്ക്. ഇപ്പോൾ 65 ദിർഹംസ് ആക്കി. കുട്ടികൾക്കാണെങ്കിൽ 30 ദിർഹംസാണ് നിരക്ക് വരുന്നത്. സോ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് സുരക്ഷാ ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടൂറിസ്റ്റ് ബസ്സിലാണ് കിടക്കുന്നതാണ്. ഈ ബസ്സിൽ കയറുവാണ് നമ്മൾ പാലസിലേക്ക് പോകാനായിട്ട്. ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ബ്രൗസർ കിട്ടും. പാലസിൻ്റെ മാപ്പ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ബ്രൗസറാണ്. ബസ്സിനകത്ത് കയറിയാൽ നമുക്ക് പാലസിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ വിവരിക്കുന്ന വിവരണം കേൾക്കാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പാലസിലേക്ക് പോകാനായിട്ട്. പാലസിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തി നമ്മളിങ്ങനെ. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. സോ നമ്മളങ്ങനെ പാലസിൻ്റെ എൻട്രൻസിലെത്തി. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. ചില്ലറക്കാരില്ലെന്ന് മനസ്സിൽ തോന്നുമെങ്കിലും ഇവിടെ അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള പട്ടാള ചിട്ടകളൊന്നുമില്ല. അതിഥികൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ക്രമീകരണം. ഒരു രക്ഷയില്ല. നല്ല ചൂടാണ്. അതുകൊണ്ട് നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ. ഒരുപാട് ഏരിയ ഇല്ല. എല്ലാവരും പല ഭാഗത്തേക്ക് ചിതറി പോയിരിക്കുകയാണ് ഫോട്ടോ എടുക്കാനായിട്ട്. ഞാനങ്ങനെ അകത്തേക്ക് കിടക്കാൻ പോവുകയാണ്. കണ്ണെത്താ ദൂരത്തോളം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കൊട്ടാരത്തിൻ്റെ മുറ്റം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ വളരെ ശാന്തമാണ്. ഈ സ്പോട്ടിലാണ് ഷെയ്ഖിൻ്റെ അതിഥിയിലായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ്, റഷ്യൻ പ്രസിഡന്റ് പുടിൻ, നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ചൈനീസ് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ലോകത്തിലെ പ്രധാന ഭരണത്തലവന്മാരൊക്കെ വന്നിറങ്ങുന്നത് ഈ ഒരു സ്പോട്ടിലാണ്. അത്തരം ഹൈ ഒഫീഷ്യൽസൊക്കെ വരുന്ന സമയത്ത് ഇവിടെ മിക്കവാറും ക്ലോസ്ഡ് ആവാനാണ് സാധ്യത. എന്തായാലും അത്തരം പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളൊക്കെ വന്നിരുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പാലസിന്റെ അറബിക് നെയിം വരുന്നത് ഖ്വാസർ അൽ വത്തൻ എന്നാണ്. പാലസ് ഓഫ് നേഷൻ എന്നാണ് ഈ ഒരു വേർഡിന്റെ അർത്ഥം വരുന്നത്. നമ്മളങ്ങനെ പതുക്കെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ്. മുമ്പിലായിട്ട് ഏകദേശം 30 അടിയെങ്കിലും ഉയരം വരുന്ന വലിയ 2 കവാടങ്ങൾ കാണാം. അതും കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ചെറിയ ഡോറും കൂടി കാണാം. അതും കടന്ന് അകത്തേക്ക് കയറാൻ പോവുകയാണ്.
കൊട്ടാരത്തിന്റെ അകത്തെത്തിയാൽ അക്ഷരാർത്ഥത്തിൽ നമ്മളൊന്ന് നോക്കി നിന്ന് പോകും. ആഡംബരവും പ്രൗഢിയും നിറഞ്ഞ വജ്രക്കല്ലുകളുടെ തിളക്കം പോലും തോൽക്കുന്ന അതിബൃഹത്തായ അകത്തളം. സ്വർണ്ണ നിറവും വെള്ള നിറവും കൂടിച്ചേർന്നുള്ള ഒരു റോയൽ കളർ കോമ്പിനേഷൻ. നല്ല അറേബ്യൻ പെർഫ്യൂമിന്റെ സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷം. ഇതിന്റെ അകത്തളത്തിന് മാറ്റുകൂട്ടാനായി LED ആർട്ട് വർക്കുകളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പുതിയ കാലത്ത് നിർമ്മിച്ചതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും സുന്ദരവും പ്രൗഢിയും നിറഞ്ഞ കൊട്ടാരം എന്നാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇതിന്റെ മച്ചിലെ അലങ്കാരപ്പണികൾ തന്നെ എത്ര സൂക്ഷ്മമായാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കി കാണാം. ഓരോ സ്പോട്ട് ലൈറ്റുകൾക്കും കൃത്യമായ അളവിലാണ് അതിന്റെ പ്രൊജക്ഷനിലെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അറേബ്യൻ സംസ്കാരവും കലാപൈതൃകവും വാസ്തുവിദ്യയും ഇഴചേരുന്ന ഒരു മന്ദിരം. അതുകൊണ്ട് തന്നെ UAEയുടെ കൾച്ചറൽ ലാൻഡ്മാർക്കായാണ് ഈ ഒരു പാലസ് അറിയപ്പെടുന്നത്. ഒരുപാട് പഴക്കമുള്ള പാലസ് അല്ല ഇത്. 2017 ഈ ഒരു പാലസിന്റെ പണി പൂർത്തിയായത്. 2019 മുതലാണ് സാധാരണക്കാർക്ക് ഇതിനകത്തേക്ക് പ്രവേശനം ആരംഭിച്ചത്. ഇന്നിപ്പോൾ അബുദാബിയുടെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ പാലസ്. സാധാരണ മറ്റു രാജ്യങ്ങളിലൊന്നും ഭരണത്തലവന്മാർ ഇത്തരം കൊട്ടാരങ്ങളിലേക്കൊന്നും സെക്യൂരിറ്റി റീസൺസ് കാരണം പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കാറില്ല. കാലഹരണപ്പെട്ട നിയമങ്ങളും ചിന്താരീതിയിലും എടുത്തു കളഞ്ഞ് കാലത്തിനൊപ്പമുള്ള അല്ലെങ്കിൽ കാലത്തിന് ഒരു പടി മുമ്പേ നടക്കുന്ന ഭരണാധികാരികൾ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം സാധ്യമാവുന്നത്. UAEയുടെ പ്രസിഡന്റ് വിദേശ പ്രതിനിധികളെ സ്വീകരിക്കുന്നതും ഫെഡറൽ ക്യാബിനറ്റ് വിളിക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. എല്ലാத்தைയും പ്രത്യേകം ബ്ലോക്കിലായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, സാധാരണ നമ്മൾ ബ്ലോക്ക് ചിത്രീകരിക്കാൻ പോകുന്ന സമയത്ത് മിക്ക സ്ഥലത്തൊന്നും നമുക്ക് അവഗണനയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് നേരെ മറിച്ചാണ്. ഇവിടെ നമുക്ക് മാന്യമായിട്ട് എത്ര വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. യാതൊരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര സ്ഥലങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് അവിടെ കൗണ്ടറിലുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലുള്ള ക്യാമറ ഒക്കെ വാങ്ങിച്ച് പെട്ടിയിൽ വയ്ക്കും, അല്ലെങ്കിൽ ക്യാമറയ്ക്കൊക്കെ പ്രത്യേകം ചാർജ് ഈടാക്കും. കാരണം നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. താജ്മഹൽ പോലുള്ള ലോകാത്ഭുതം അതിനകത്ത് കയറി ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കില്ല. കാരണം സെക്യൂരിറ്റി റീസൺസ് എന്നാണ് പറയുന്നത്. ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ കള്ളന്മാരെല്ലാം പ്രലോഭിതരാകും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ പ്രൈവസിയും പുതുമയൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങോട്ട് ആരും വരില്ല എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അതൊക്കെ എത്ര ബാലിഷ്യമായിട്ടുള്ള കാലഹരണപ്പെട്ട മുടന്ത ന്യായങ്ങളാണെന്ന് മനസ്സിലാവുന്നത് ഇവിടെ വരുമ്പോഴാണ്. 7 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായ ഈ കൊട്ടാരം 2017 തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. 18-ാം നൂറ്റാണ്ടിലെ മുഗൾ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. പാലസിൻ്റെ സെൻട്രൽ ഹാളിൽ നിന്നും വശങ്ങളിലായി ധാരാളം ചെറിയ ഹാളുകൾ കാണാം. പ്രധാന മീറ്റിംഗ് ഹാളിലേക്കും ഓഫീസിലേക്കും പോകാൻ നമുക്ക് അനുമതിയില്ല, പക്ഷേ സൈഡിൽ നിന്നും അതെല്ലാം നോക്കി കാണാം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഹാള്. UAE സന്ദർശിക്കാൻ വരുന്ന മറ്റു രാജ്യത്തെ ഹൈ ഓഫീഷ്യൽസുമായി UAE പ്രസിഡന്റ് ചർച്ചകൾ നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. മോദിജിയൊക്കെ വന്നിരുന്ന സമയത്തും ഇവിടെ വെച്ചാണ് മീറ്റിംഗ് ഒക്കെ നടന്നിരുന്നത്. ഇത് മറ്റൊരു ഹാളാണ്. UAEയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ഒരു മ്യൂസിയം പോലുള്ളൊരു സെറ്റപ്പ്. അത് കഴിഞ്ഞ് പോകുന്ന ഒരു വലിയ ലൈബ്രറിയിലേക്കാണ്. ധാരാളം ബുക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് വായിക്കാവുന്നതാണ്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹാള്. ഇവിടെ വെച്ചാണ് UAEയുടെ ആഭ്യന്തര ചർച്ചകളും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. 7 എമിറേറ്റ്സിലെ ഭരണത്തലവന്മാർക്ക് ഇരിക്കാനുള്ള 7 കസാരകൾ നമുക്ക് കാണാം. പഴയ കൊട്ടാരങ്ങളിലെ രാജാവും മന്ത്രിമാരും പ്രജകളൊക്കെ ഇരിക്കുന്ന ഒരു ദർബാർ ഹാൾ പോലത്തെ ഒരു സെറ്റപ്പാണിത്. ഇതാണ് ഇവിടുത്തെ ബാങ്കറ്റ് ഹാള്. UAE സന്ദർശിക്കാൻ വരുന്ന അതിഥികളൊക്കെ സൽക്കരിക്കാനുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ ആണിത്. പ്രധാന ഹാളിൽ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഹാളിലെത്തും. ഇവിടെ അറബിക് അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത ഒരു ശില്പം കാണാം. പവർ ഓഫ് വേർഡ്സ് എന്നാണ് ഈ ഒരു ശില്പത്തിൻ്റെ പേര്. UAEയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സിയാദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ ഗോൾഡൻ വേർഡ്സ് ആണിത്. ഈ ഒരു ശില്പമാണ് ഈ ഒരു പാലസിൻ്റെ പ്രധാന ആകർഷണം. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇതിന് ചുറ്റും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും ധാരാളം ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ ക്യാമറ കൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. സോ പ്രസിഡൻഷ്യൽ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത് പോകാൻ പോണത് അബുദാബി ഫെറാറി വേൾഡിലേക്കാണ് നമ്മൾ അടുത്ത് പോകാൻ പോണത്. ഫെറാറി വേൾഡിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇവിടുന്ന് മെയിൻ ബസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് ബസ് കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ടാക്സിയിൽ നമുക്ക് ഡയറക്റ്റ് പോകണമെങ്കിൽ ഇവിടെ ടാക്സിയിൽ നമുക്ക് ഡയറക്റ്റ് പോകാം. ഏകദേശം ഒരു 30 മിനിറ്റിൻ്റെ ദൂരമുണ്ട് ഫെറാറി വേൾഡിലേക്ക്.
അബുദാബിയിൽ നിന്ന് 30 മിനിറ്റിന്റെ ദൂരദൈർഘ്യമുണ്ട് ഫെറാരി വേൾഡിലേക്ക്. യാസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലാണ് ഈ ഒരു ഫെറാരി വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. യാസ് ഐലൻഡ് യുഎഇയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഫെറാരി വേൾഡിന് പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം ആയിട്ടുള്ള സീ വേൾഡ്, അതുപോലെ തന്നെ വാർണർ ബ്രോസ് തീം പാർക്ക്, വാട്ടർ വേൾഡ് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയ ധാരാളം ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള ഐലൻഡാണ് ഈ ഒരു യാസ് ഐലൻഡ്. ദുബായിലെ പാംജുമേറ പോലെ ഇതും ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്. സോ നമ്മളങ്ങനെ അബുദാബി ഫെറാരി വേൾഡിൽ തിരിക്കുകയാണ്. ഇവിടെ വലിയൊരു മാളുണ്ട്, യാസ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മാളിന്റെ അകത്തോട്ട് കയറി വേണം ഫെറാരി വേൾഡിന്റെ എൻട്രൻസിലേക്ക് പോകാനായിട്ട്. സോ ആ കാണുന്നതാണ് ഫെറാരി വേൾഡിന്റെ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഈ ലിഫ്റ്റ് കയറി വേണം അതിന്റെ മുകളിലോട്ട് പോകാനായിട്ട്. സൈഡിലായിട്ട് റെയിൻ ഫോറസ്റ്റിന്റെ ഒക്കെ അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മൾ റെയിൻ ഫോറസ്റ്റിൽ പണ്ട് കയറിയിട്ടുണ്ട്, അതിന്റെ വ്ലോഗൊന്നും ചെയ്തിട്ടില്ല. സോ നമ്മളങ്ങനെ ഫെറാരി വേൾഡിന്റെ അകത്തോട്ട് കിടക്കാൻ പോവുകയാണ്. ഫെറാരി വേൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫെറാരി വേൾഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് ഫോർമുല 1 കാറിന്റെ ഒക്കെ റേസ് അടക്കുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ ഇത് അതൊന്നല്ല, ഇവിടെ ഒരു തീം പാർക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫെറാരി വേൾഡ് എന്നുള്ള പേര് നല്ല അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് ചാടി പുറപ്പെടും. ഇവിടെ എത്തുമ്പോഴാണ് ഇതൊരു അമ്യൂസ്മെന്റ് തീം പാർക്കാണെന്ന് മനസ്സിലാവുന്നത്. ഫെറാരിയുടെ ലോകത്തിലെ ആദ്യത്തെ തീം പാർക്കാണത്. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ടിക്കറ്റ് റേറ്റ് വരുന്നത് $95 ആണ് പെർ ഹെഡ് വരുന്നത്. 3 പേർക്കുള്ള ഫാമിലി പാക്കേജ് ആണെങ്കിൽ $150 കിട്ടും. കുട്ടികൾക്ക് $70 ആണ് വരുന്നത്. പ്രൈസ് ഒക്കെ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ഇതൊരു തീം പാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നാലാണ് നമുക്ക് ശരിക്കും ഇവിടെ എന്റർടൈൻ ചെയ്യാൻ, എൻജോയ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ ഞാൻ എന്തായാലും അകത്തോട്ട് കയറുന്നില്ല, നമുക്ക് എന്തൊക്കെയാണ് പുറത്തെ കാഴ്ചകൾ നോക്കിയിട്ട് വരാം. ഇവിടെ ഫെറാരിയുടെ ഒരു ഒഫീഷ്യൽ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ് ഉണ്ട്. ഫെറാരിയുടെ ടീഷർട്ട്, കേപ്പ തുടങ്ങിയിട്ടുള്ള ധാരാളം സ്റ്റഫുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ്, നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് കാണാനുള്ള കാഴ്ചകളെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ റോളർ കോസ്റ്റായ ഫോർമുല റോസ ഇതിനകത്താണ് ഉള്ളത്. ഏകദേശം 4 സെക്കൻഡ് കൊണ്ട് 240 km/h സ്പീഡിലാണ് റോളർ കോസ്റ്റ് പോവുക. സോ അത്യാവശ്യം ധൈര്യമുള്ള ആൾക്കാർ മാത്രമേ അതിനകത്ത് കയറുന്നതായിരിക്കും നല്ലത്. BP അറ്റാക്കുള്ള ആൾക്കാരാണെന്ന് കയറുന്നത് കുറച്ച് റിസ്ക് ആണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇറ്റാലിയൻ തീമിലുള്ള ഒരു റേസിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഇറ്റലിയിലെ മെയിൻ ലാൻഡ്മാർക്കൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണത്. പിന്നെ ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളവർക്ക് ഫെറാരിയുടെ കാറൊക്കെ ഓടിച്ചു നോക്കുന്നതാണ്, അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. സോ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. ഫെറാരിയുടെ നല്ല സൂപ്പർ ടീഷർട്ടാണ് കിടക്കുന്നത്, നമുക്ക് പറ്റിയവരൊന്ന് വാങ്ങിക്കാം. സോ ഇവിടുന്ന് ഇറങ്ങിയാൽ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് യാസ് മാളിക്കാണ്. യാസ് മാളിൽ നമ്മൾ സാധാരണ ദുബായ് മാൾ പോലത്തെ തന്നെ സാധാരണ മാളാണ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഔട്ട്ലെറ്റിലൊക്കെ ഉണ്ട്. ട്രിംബർലാൻഡ്, അതുപോലെ തന്നെ കൊളംബിയ, നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള നോർത്ത് ബീച്ച്, അങ്ങനെയുള്ള ഒരുപാട് വലിയ ബ്രാൻഡായിട്ടുള്ള ഷോപ്പിംഗ് ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പിംഗൊക്കെ താല്പര്യം ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് കളയാനായിട്ട് അധികം സമയമില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ഷെയ്ഖ് സിയാദ് ഗ്രാൻഡ് മോസ്കിലേക്ക് പോകാം.